ഇതാണ് നമ്മുടെ റൂം കേട്ടോ. വിയറ്റ്നാമിൽ 427 4 സ്റ്റാർ ഫെസിലിറ്റീസിലുള്ള റൂമാണെന്നാണ് പറഞ്ഞത്. നോക്കാം. ചേട്ടാ, രണ്ട് ബെഡ് സ്പേസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം. ടോയ്ലറ്റിൽ ഇടാനുള്ള ചെരുപ്പ് അടക്കണ്ട കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കാം. റൂമിനകത്ത് കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റൂമിനകത്ത് ഇതാ നമുക്ക് ഭയങ്കര റേറ്റാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ഇവിടുത്തെ അതിൻ്റെ മൂല്യം അങ്ങനെയാണ്. നമ്മുടെ ഹോട്ടലിലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുറച്ച് വെയിൽ ചൂടായതിനാലേ ഇതാണ് നമ്മുടെ ഹോട്ടൽ. 4 സ്റ്റാർ ആണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. സെയിം ഹോട്ടൽ തന്നെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ ആണ് വിയറ്റ്നാമിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. This is not the center of Ho Chi Minh City, but this is not the outside of Ho Chi Minh City, between the center and the outside. Portugal City. You know Ho Chi Minh City, we have 24 districts. Tân Bình, the private name. Yeah. You know, most of the people live in the district Tân Bình. They come from the north of Vietnam, and now they live everywhere here. And very easy for you. Yeah, you can see on the way, because here in the local area, this is not the tourism area. I'm sure with you, this is not the tourism area. So very easy for you to find a restaurant, to find a local food, to find a local drink with the cheap money of Vietnamese people. You can explore with us, with me. When I recommend for you the coffee to buy, I recommend the man-made coffee. Yeah, made by the people, by the local people. Yeah, no bread, but good quality. വിയറ്റ്നാമിലൊരു നമ്മുടെ നാട്ടിലൊക്കെ പുഴ പോലുള്ള ഒരു ചെറിയ റിവറാണ്. പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല. ആ സൈഡൊക്കെ ഫുള്ള് കച്ചറായി കിടക്കുന്നത്. Coffee bean $4 or $5 for 1 kilogram. Yeah, we earn more money. Yeah, but don't be worried. About you, what time? 6 o'clock. ഇന്നത്തെ ലഞ്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇതാണ് നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. എന്തൊക്കെയാണ് അവിടുത്തെ മെനു എന്നുള്ളത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സിറ്റി ടൂറിലേക്ക് പോകുന്നതായിരിക്കും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. വെറൈറ്റി ലിക്കറൊക്കെ അതങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുഡാണ്.
എല്ലാം ഉണ്ട്. ചിക്കൻ, ദാൽ ഫ്രൈ, ലഞ്ച് കഴിഞ്ഞിട്ട് ചുമ്മാ അപ്പോൾ വിയറ്റ്നാമിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിടാം. ലഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത വിയറ്റ്നാം സൈറ്റ് വാച്ചിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും നമ്മുടെ ബസ്സിൽ കയറാൻ പോവാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. വിയറ്റ്നാമിലെ ഓരോ സ്ഥലങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. Saigon. They never fight in the center, so we can keep it for the tourism now. Yeah, in your left side this is Independence Palace. Yeah. You know, on the 13th April 1975, from here, the tank of Vietnamese soldier from here moved and destroyed the gate of the palace. Come inside and we stopped the Vietnam War in 1975. You know, everyone in the world, they very surprised when we won the war. Because you know, at this time, US, they were the strongest country in the world. They had everything. വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് ഇതാ ഇവിടെ മൊത്തം അരിവാളും ചുറ്റിയുണ്ട് കേട്ടോ. റെഡാണ് ഫുള്ള്. വിയറ്റ്നാം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം തന്നെയാണ്. ഇതാണ് വിയറ്റ്നാമിലെ ഇൻഡിപെൻഡൻസ് പാലസ്. ഇതാണ് ഇൻഡിപെൻഡൻസ് പാലസ് വിയറ്റ്നാമിലെ. വിയറ്റ്നാമിലെ ഇപ്പോഴും കമ്മ്യൂണിസം തന്നെയാണ് കേട്ടോ. അരിവാളും ചുറ്റി കാണിച്ചു തരാം. It's about 20,000 square meters and surrounding garden and rice field. You know, Independence Palace. ഇൻഡിപെൻഡൻസ് പാലസിനെ കുറിച്ച് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരണം നമുക്ക്. Before long time before the war. First time we have the palace. Yeah, they built the first palace in 1878. The French. വിയറ്റ്നാമിലെ ഇൻഡിപെൻഡൻസ് പാലസിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിച്ച് നമ്മളെന്തായാലും കാണുന്നതായിരിക്കും. ഓക്കെ. നമ്മുടെ ഗൈഡ് പാലസ് ഫുള്ളായിട്ടൊന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് അത് കാണാൻ പോവുകയാണ്. നല്ല ബോൺസായി ട്രീകളുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ. ശിവദാസ്. ഒരു ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട് ഇവിടെ. അതിനകത്ത് കയറുമ്പോൾ
give you 1 hour. About 45 minutes is okay. Yeah, 4 o'clock meet you. ഇപ്പോഴും വിയറ്റ്നാമിൽ കമ്മ്യൂണിസമാണ്. ഇൻഡിപെൻഡൻസ് പാലസ് ആണിത് വിയറ്റ്നാമിലെ. അല്ല കമ്പ്യൂട്ടർ വരുന്നതിന് എതിരെ നിന്ന ആൾക്കാർ അന്നേരം ഈ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇതന്നെ വലിയ സെറ്റപ്പാണ്. അല്ല ഇങ്ങനത്തെ മൈക്ക് കൊണ്ടുണ്ട്. വിയറ്റ്നാമിലെ ഇൻഡിപെൻഡൻസ് പാലസ് ആണിത്. കമ്മ്യൂണിസം, ഇപ്പോഴും കമ്മ്യൂണിസം. നാട്ടിലെ കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണിസമാണ് ഇവിടെ. ഇവിടെ കാണാൻ പറ്റുമോ? നല്ല രസമുള്ള, നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ക്യൂട്ടിയാ. ഇൻഡിപെൻഡൻസ് പാലസ്, വിയറ്റ്നാമിലെ ഇൻഡിപെൻഡൻസ് പാലസിലാണ് നമുക്കുള്ളത്. ഓക്കെ, അങ്ങനെ പാലസിൻ്റെ വിട പറയാൻ പോവാണ്.